ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അങ്കന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ മോനെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പഴനിയിൽ പോകുന്നൊരു വ്ളോഗാണ്. അപ്പം നമ്മൾ ശനിയാഴ്ച രാവിലെയാണ് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമുക്കൊരു 6 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിലൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്താറെന്നൊക്കെ വിചാരിച്ച് അതിലും നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. നല്ല ഫുഡായിരുന്നു. മസാല ദോശയും അതുപോലെ തന്നെ ഇടിയപ്പം, കടലക്കറിയും, പൂരി മസാലയും, അങ്ങനെ നമ്മൾ എല്ലാവരും വേറെ ഐറ്റംസൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കുറേ നേരം പോകാനുണ്ടായിരുന്നു. പിന്നെ മോൻ ഉറങ്ങുമായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയ ടൈമിലൊക്കെയാണ് ആൾ എണീറ്റത്. അപ്പോൾ അതുവരെ ആൾ ഉറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെയും കുറേ ടൈം നമുക്ക് പോകാനുണ്ട്. അപ്പം അവന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ നേരം വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും എന്നൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നിർത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നല്ല ഭംഗിയാണല്ലോ, തെങ്ങും തോപ്പും അവരുടെ പാടവും കൃഷിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ആയിട്ട് പോയിട്ട്, അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒക്കെ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ ഒരു ഫീലാണ്. നമ്മൾ കുഞ്ഞാകുമ്പോൾ പോയിരുന്നാണല്ലോ, ഇപ്പം നമ്മൾ ഇത്ര വലുതായിട്ട് പോകുമ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാറ്റാടിയൊക്കെ കണ്ടു. അതൊക്കെ എടുത്ത് കുറേ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞ് കാണുമ്പം അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അവൻ ജനിച്ച ടൈമിൽ ഞാനിങ്ങനെ ഒരുപാട് പോലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിറന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴനിയിൽ പോയി മുട്ട അടിക്കാമെന്നൊക്കെ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായത് തന്നെ. അപ്പോൾ നമ്മളിത് പഴനി മല എത്തിയിട്ടുണ്ട്. സോ ഇത് ദൂരെ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ ഒരു 12 മണിയായപ്പോൾ നമ്മൾ പഴനിയിലെത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അത് അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. നമ്മളൊരു ഫാമിലി റൂമാണ് എടുത്തത്. ഒരു എക്സ്ട്രാ ബെഡും കൂടെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ആ റൂമിൽ തന്നെയാണ് നിന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്ത് ഒരു മണി 1:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പം അത് അവിടെ അടുത്ത് തന്നെയായിട്ടുള്ള ആര്യാസ് ഉണ്ടായിരുന്നു, അവിടെയാണ് പോയത്. അപ്പോൾ നമ്മൾ മീൽസും പിന്നെ മഷ്റൂം ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഓരോ ഐറ്റമൊക്കെയാണ് പറഞ്ഞത്. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും റൂമിലെത്തി. എല്ലാവരും ഒന്ന് ഉറങ്ങി. മോനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അനിയനും നമുക്ക് ഉറക്കം വരാണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചു, അവനൊരു ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നു. അങ്ങനെ നമ്മൾ ഒരു ചെറുക്കൊക്കെ ഉറങ്ങി എണീറ്റ് ഫ്രഷൊക്കെ ആയി നമ്മൾ മല കയറാൻ പോവുകയാണ്. സോ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം കുറേ നാൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡും സന്തോഷവും ഒക്കെ ഉണ്ട്. സോ നമുക്ക് വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ റെഡി ആയിട്ട് എല്ലാവരും മല കയറാൻ പോയത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മുല്ലപ്പൂ മേടിച്ചു. മദ്രാസ് മുല്ല നല്ല രസമാണല്ലോ മണം. അങ്ങനെ നമ്മളത് മേടിച്ചു. നമ്മൾ ചെരുപ്പൊക്കെ അവിടെ കൊടുത്ത് ഫോണൊക്കെ കുറേ പേര് കൊടുക്കുന്നുണ്ട്, കുറേ പേര് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ട് ഫോൺ യൂസ് ചെയ്യുകയൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് താഴേക്കുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയാണല്ലോ. അപ്പം അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയപ്പം സ്വർണ്ണത്തേര് എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മലയിറങ്ങി. തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ കുറേ കടകളൊക്കെ ആയിട്ടുള്ള ഒരു റൂട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നേ, നമുക്ക് നടക്കാൻ സമ്മതിക്കാണ്ട് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ നെയ്റോസ്റ്റും ചപ്പാത്തിയും പനീർ മസാല അതൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിലെത്തി. നമ്മളങ്ങനെ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 6 മണിയായപ്പോൾ നമ്മൾ ദേവസ്വത്തിൻ്റെ മുട്ട അടിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. അങ്ങനെ പോണ വഴിക്ക് അവിടെ ഇതേപോലെ അവരുടെ എന്തോ ഒരു ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കുടമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോനെ ഉറങ്ങുമായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ മുടി ഷേവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ, എനിക്ക് ഭയങ്കര വിഷമം വന്നു കേട്ടോ. കാരണം ഒരു വർഷമായിട്ട് അവനിങ്ങനെ മുടിയായിട്ട് കാണുമല്ലേ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ലാസ്റ്റ് ആയപ്പോഴേക്കും ആൾ എണീറ്റു. അപ്പം
വന്നപ്പം ആൾ കുറച്ച് അലമ്പായിരുന്നു. പക്ഷെ എങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ട് ഉഷാറായിട്ട് നമ്മൾ മുട്ടയൊക്കെ അടിച്ചു. അങ്ങനെ അമ്മമാരുടെ റിയാക്ഷനൊക്കെ എടുത്ത് അവനെ കണ്ണാടിയിൽ കാണിച്ചു കൊടുത്തു. പക്ഷെ അവന് വലിയ റിയാക്ഷൻ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മല കയറാൻ റെഡി ആയിട്ട് പോകുന്നത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു 2 മണിയാകുമ്പം നമ്മളവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, വെരി സോറി. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ 2 ദിവസം മല കയറി തൊഴുതു. സോ ഭയങ്കര ഹാപ്പിയായി. എല്ലാം നല്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് നടന്നു. സോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.